കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് 1991 ലിബറലൈസേഷൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്നൊന്നുമല്ല. രാജീവ് ഗാന്ധി 1985 തൊട്ട് ഞങ്ങളൊക്കെ SD നടക്കുന്ന സമയത്ത് TVS സുസുക്കി എന്ന് പറയുന്നൊരു വണ്ടി ആദ്യമായിട്ട് കൈകൊണ്ട് തൊടാൻ പറ്റിയ ഭാഗ്യം എന്ന് പറയുന്നത്, അതൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു SD ആണുള്ളത്, അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നിയാണ്. അങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ച് എനിക്ക് ഏറ്റവും വലിയ ആദരണീയനായിട്ടുള്ള, ലോകത്തും കണ്ടിട്ടുള്ള, ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഉള്ള വാജ്പേയിയെ പോലെ തന്നെയുള്ളൊരു സ്റ്റേറ്റ്സ്മാനാണ് ശ്രീ രാജീവ് ഗാന്ധി. 91 ലിബറലൈസേഷൻ കഴിഞ്ഞ് 2004 തൊട്ട് 2008 വരെ CPM-ആയിട്ട് ചേർന്നതോടുകൂടി പിന്നെയും സോഷ്യലിസമായി. ഇപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ, ദാറ്റ്സ് എ ഫെയിൽ തിങ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഫെയിൽ തിങ് ആണ്. ഇവിടുത്തെ ചിന്താ ചെറുവും ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് ക്യൂബ വലുതാന്ന് പറഞ്ഞതിന് ശേഷം ബൈജു നായരും നമ്മുടെ സുജിത് ഭക്തനും പോയിട്ട് ക്യൂബ വലുതല്ലെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു, സോഷ്യലിസം എന്ന് പറയുന്നത്. മാർഗരറ്റ് താച്ചർ, വിൻസ്റ്റൺ ചർച്ചിൽ തൊട്ട് മാർഗരറ്റ് താച്ചർ പറഞ്ഞത് സോഷ്യലിസം ഈസ് നത്തിങ് ബട്ട് എ കസിൻ ഓഫ് കമ്മ്യൂണിസം. ഇവിടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം, ഈ കേരളം അല്ല ഇന്ത്യ ലെവലിലേക്ക് വന്നിട്ടില്ലല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സമ്പദ്ഘടന അല്ലല്ലോ കേരളത്തിൻ്റെ. അപ്പൊ ഇവിടുത്തെ നെഹ്റുവിയൻ സോഷ്യലിസത്തിന് ഇപ്പോഴും പ്രസക്തിയില്ലെന്ന് പറയാൻ പറ്റും. കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റി എങ്ങനെ വിജയിക്കും? നല്ലൊരു ബ്യൂറോക്രസി ഇല്ലാത്തൊരു സൊസൈറ്റി, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബ്യൂറോക്രസി. സിംഗപ്പൂർ അഴിമതിയിൽ നിൽക്കുന്നത്. അപ്പം ബ്യൂറോക്രാറ്റിക് റിഫോംസ് ആരെയാ വെച്ചത്? VS അച്യുതാനന്ദൻ. താങ്കളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സമൂഹത്തിന്, രാജ്യത്തിന് അവരറിയിക്കുന്ന ഭരണകൂടത്തെ ലഭിക്കും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 25 കൊല്ലം മാറ്റം വരത്തില്ല. എന്തായാലും VD സതീശൻ താങ്കൾ പറഞ്ഞതുപോലെ വിഷനുള്ള ലോകോത്തര നിലവാരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന നേതാവാണ്. അദ്ദേഹത്തിന് എത്രമാത്രം ഈ ഇപ്പോഴത്തെ ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള വെല്ലുവിളി അദ്ദേഹം എങ്ങനെ ഏറ്റെടുക്കുന്നു, എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. പോകട്ടും പോടാന്നുള്ള രീതിയിലാണ് പോകട്ടും പോടാന്ന് പറഞ്ഞ് നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനാണ് AK ആന്റണി. അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹം വിജയിച്ചില്ലല്ലോ. അത് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സപ്പോർട്ട് കിട്ടിയോ? ഇല്ല, കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ AK ആന്റണിയുടെ കാലത്തേക്കാൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് ഇന്നത്തെ കാലം. ഇന്ന് സപ്പോർട്ട് മേടിക്കാനുള്ള, AK ആന്റണിക്ക് കാര്യങ്ങൾ ചെയ്യാനേ അറിയാമായിരുന്നുള്ളൂ, സപ്പോർട്ട് മേടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കാണുന്നത് VD സതീശന് ചെയ്യാൻ മാത്രമല്ല സപ്പോർട്ട് മേടിക്കാനും കൂടെ കഴിവുള്ള, തന്ത്രമുള്ള, AK ആന്റണി ഒരു തന്ത്രശാലിയായിരുന്നില്ല, ഉമ്മൻചാണ്ടി തന്ത്രശാലിയായിരുന്നു. അതുപോലെ VD സതീശൻ ഒരു തന്ത്രശാലിയാണെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊരു പക്ഷേ കുറച്ചൊരു മാറ്റം വരണം. ഇല്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലം, അതിനു മുമ്പിലത്തെ 5 കൊല്ലം, ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ കണ്ട. അന്ന് പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുമായിട്ട് ആ മന്ത്രിമാർക്ക്, ഇപ്പൊ ശൈലജ ടീച്ചറിനെ പോലെ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ടീച്ചറുമായിട്ട് ഒരു പൊതുയോഗത്തിൽ പോകാൻ പറ്റത്തില്ല. ആദ്യത്തെ 10 മിനിറ്റ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ടീച്ചർ അങ്ങ് പുകഴ്ത്തും. ഈ ബിജു പ്രഭാറിനെ അറിയോ? അങ്ങനെ രാത്രി 12 മണി വരെ വർക്ക് ചെയ്യും. ഇതിനിപ്പുറത്തിരിക്കുന്ന അഷീലിനെ അറിയോ? അല്ലെങ്കിൽ ഇങ്ങനെ അവരെയാണെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിരുന്നു അവർ. അതുകൊണ്ടാണ് ഹെൽത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ലാതെ അവർ വന്നത്. അതുപോലെ തോമസ് ഐസക്, അങ്ങനെ പലരും പ്രഗത്ഭരായിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്നിട്ട് എന്ത് പറ്റി? അവർക്ക് കഴിവില്ലെന്ന് മാത്രമല്ല അഹങ്കാരം കൂടെ കൂടിക്കുക. അപ്പൊ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞ PS-മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഭരിക്കാൻ തുടങ്ങി. മന്ത്രിമാരുടെ കഴിവുകേടാണ്. അപ്പൊ അത് ഉണ്ടാകരുത്, മനസ്സിലായില്ല? കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഡാർക്ക് ഏജസിലോട്ട്, ബാക്കിലോട്ട് പോയി കഴിയും. ഇത് ജനങ്ങളുടെ വലിയൊരു പ്രതീക്ഷ വന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് ഗവൺമെന്റ് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ അവര് ചെയ്തിട്ടുള്ള ഇത് നന്നാകണമെന്ന് ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ചില നല്ല മന്ത്രിമാർ, ഉദാഹരണത്തിന് താങ്കൾ PWD സെക്രട്ടറി ആയിരുന്ന സമയത്ത് PWD മിനിസ്റ്റർ ആയിരുന്നത് G. സുധാകരൻ നമുക്കറിയാം, ഒട്ടും അഴിമതിയില്ലാത്ത മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം പോലും പല കാര്യങ്ങളുടെയും തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് താങ്കളെ തന്നെ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ മറ്റു പല ആളുകൾ പറയുന്നത് കേട്ടു പോയിട്ടുണ്ട്. അപ്പൊ നല്ല മന്ത്രിമാർക്കും പോലും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? അവരെ പോലും അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ട് പുള്ളിയെ കുറ്റം പറയത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഓവർ എന്തൂസിയാസം കൊണ്ട് ഞാൻ 1-2 ഇൻസിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ വർക്ക് നിർത്തി വെക്കാൻ പറഞ്ഞു. അല്ല, മന്ത്രി താങ്കളോട് പറഞ്ഞില്ല, താങ്കൾ കെമിക്കൽ എഞ്ചിനീയർ ആണ്, ഞങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് എന്ത് പറയാൻ എന്താ കാര്യം? ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ എഞ്ചിനീയറിംഗിനെ പഠിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ അത് മനുഷ്യർക്കറിയത്തില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യവസ്ഥിതിയിൽ എന്ത് പറ്റി, എൻ്റെ ഈ നല്ലതായിട്ടുള്ള ഇന്റൻഷൻ ഒന്നും മിനിസ്റ്റർ അടുത്ത് എത്തിയില്ല.
അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു കോട്ടറി എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. അതാണ് ആരൊക്കെയോ വാൺ ചെയ്ത് വി ഡി സതീഷിന് ചുറ്റും ആ കോട്ടറി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ വെക്കരുത്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ കളക്ടർ ആയിട്ട് വരുന്നതിന് മുമ്പ് ഇരുന്ന ഒരു കളക്ടർക്ക് വേണ്ടി മാസം 2000 രൂപ വില്ലേജ് ഓഫീസർമാരിൽ നിന്ന് നിർബന്ധ പിരിവ് നടത്തി ഒരുത്തൻ ഇപ്പം ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ കയറാനായിട്ട് വന്നു. സാർ ഒന്ന് പറയണോ, ആ മന്ത്രി അറിയാവുന്നതല്ലേ? ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് എന്നെ കയറി വിവരമുണ്ട്, എടുത്തു വെച്ചാൽ പേരുദോഷം ഉണ്ടാകുന്നുണ്ട്, അദ്ദേഹം പുറത്തായിക്കോളൂ. അതാണ് എനിക്ക് കാണാൻ കുറച്ചുകൂടെ താല്പര്യം. ഇയാൾ വരുന്നത് ഞാൻ പറഞ്ഞിട്ട് ആരെ മാറ്റുന്നതിനേക്കാളും നല്ലത് കുറച്ചാൾ എഴുതുന്നുണ്ട്, മന്ത്രിയെ തന്നെ വിൽക്കാൻ കഴിവുള്ള ഒരു NGO അസോസിയേഷൻ നേതാവ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോട്ടറിയൊക്കെ വെക്കുമ്പോൾ നമ്മളിപ്പം പറഞ്ഞിട്ടോ, ഇപ്പൊ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചു CP ജോണിന്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, എനിക്ക് യാതൊരു കാര്യമില്ല. അദ്ദേഹം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി നമുക്ക് അറിയാവുന്ന കാര്യം പറയും, അദ്ദേഹത്തിന് യോജിക്കാതിരിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നമ്മളെ പോലെ ഉള്ള ആൾക്കാർ ഒത്തിരി പേര് ഉണ്ട് തിരുവനന്തപുരത്ത്. തന്നെ തിരുവനന്തപുരം ആ കാര്യത്തിൽ കേരളത്തിലെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല ചെയ്തൊരു നല്ല കാര്യമാണ്, പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹേമേന്ദ്രൻ സാറിനെ പോലുള്ള ഒരാളെ അഡ്വൈസറായിട്ട് മുഖ്യമന്ത്രിക്ക് അഡ്വൈസേഴ്സായിട്ട് ചുമ്മാ ജോലിയും കൂലി ഇല്ലാത്തവരല്ല, 2-3 അഡ്വൈസറെ വെക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്കുള്ളതുപോലെ ഒരു അഡ്വൈസറി കൗൺസിൽ വേണം, നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒത്തിരി വകുപ്പെടുത്തുകയും വെച്ചു. ധനാര്യം വെച്ചാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഹി നോസ് അത് തന്നെ എടുത്താൽ പൊങ്ങാത്തതാണ്. അതൊരിക്കലും മുഖ്യമന്ത്രി എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ ജോലി ഫൈനാൻസ് എടുത്തേ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ നടപ്പാക്കാൻ നല്ല തീരുമാനം തന്നെയാണ്. അത് ഹോം അദ്ദേഹം എടുത്തില്ല. ഇല്ല, ഹോം എടുത്തില്ല. ഹോം എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഹോം ഒന്നും എടുക്കാൻ പാടില്ല. അതൊക്കെ ഈ പോലീസിന്റെ കാക്കിയൊക്കെ കാണുന്ന അതിനകത്ത് ഹരം കൊള്ളുന്നവർക്കാണ് ഈ ഹോമെന്നും സല്യൂട്ട്. കുറച്ച് പോലീസുകാർ വന്ന് നിൽക്കുന്നു, സല്യൂട്ട് ചെയ്യുന്നു, ഇതിനകത്തൊക്കെ ഹരം കൊള്ളുന്നവർക്കാണ്. ഹോം എടുക്കാത്ത എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. CP ജോൺ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ലൈറ്റായിട്ട് കൊടുത്തത്. അവര് ഇതിനെ കരകയറ്റിയാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഈ രീതിയിൽ പെർഫോം ചെയ്യുന്നു വാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വാച്ച് ഡോഗ് അദ്ദേഹത്തിന്റെ പുറകിലുണ്ടാകും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും അതുപോലെ KPMG തുടങ്ങിയിട്ടുള്ള കൺസൾട്ടൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അബ്ദുൾ റഹ്മാനുമായിട്ട് മന്ത്രിയുമായിട്ട് അശ്വിനി കുമാർ വൈഷ്ണവിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ കയ്യിലൊരു പേപ്പർ, നിങ്ങൾ നേമത്ത് ഇത്ര ഹെക്ടർ എടുക്കാനുണ്ട്, ഇത്ര എടുത്തുള്ളൂ. നിങ്ങൾ അങ്കമാലിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 50% തരണം, നിങ്ങൾ തന്നിട്ടില്ല. ഒറ്റ പേപ്പർ. ഈ പേപ്പർ ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഏതെങ്കിലും ഗവൺമെന്റ് സർവൻ്റ് ആണോ? കേന്ദ്ര ഗവൺമെന്റിലെ പല മന്ത്രിമാർക്കും നിതിൻ ഗഡ്കരിയെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതേ ഒരു ചെറിയ ഒരൊറ്റ ഷീറ്റ് ഫ്രണ്ടിലാണ്. ആ ഷീറ്റ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനെ കൺസൈസ് ആയിട്ടൊരു മീറ്റിംഗ് വരുമ്പം പറയണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അമിത്ഷായും മറ്റും ഈ Big 4 കൺസൾട്ടൻസിയെ ഒഴിവാക്കി ഇന്ത്യയിലെ കൺസൾട്ടൻസി ഉണ്ടാകണം എന്ന് പറയുന്നതിന്റെ കാര്യം. അത്രയ്ക്ക് പൈസയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. തന്നെയല്ല, ഇതൊക്കെ ഫോറിൻ ഏജൻസികളായതുകൊണ്ട് ഈ ഡേറ്റ എല്ലാം അമേരിക്കയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഏജൻസി വേണമെന്നുള്ളത്. ഇതുപോലുള്ള കൺസൾട്ടൻസി ഏജൻസി വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞ ഉടൻ തന്നെ കൺസൾട്ടൻസി വന്നു, അപ്പം നമ്മൾ സ്വപ്നയുടെ കാര്യം പറയും, അതുവഴിയാണെന്നുണ്ടെങ്കിൽ സ്വപ്നയെ നിയമിച്ച കാര്യം പറയും. അങ്ങനെ ആവശ്യമില്ലാത്ത ഡെലിബറേഷൻ. ഞാൻ വിമാനച്ചേൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചെല്ലുന്നുണ്ട്, അവർ ഒറ്റ ഷീറ്റ് വെച്ചിട്ടാണ് സെക്രട്ടറിമാർ സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കിടന്ന് കയ്യും കാലും ഇട്ടെടുക്കുന്നത്. നമ്മളൊരു കെട്ട് പേപ്പറുമായിട്ടാണ് പോകുന്നത്. കാര്യം ഇതൊന്ന് കൺസൾട്ടേറ്റ് ചെയ്യാനായിട്ട് സെക്രട്ടറി ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ CA അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, സാറേ എനിക്ക് അറിയത്തില്ല. സെയിം CA ആണ് സെക്രട്ടേറിയറ്റിലിരിക്കുന്നതും ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ CA. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാര് എന്തിന് മുൻസിഫ് വരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അന്നേരം എഴുതുമല്ലോ അവിടുന്ന്. അവരും PSC വഴി കയറി വന്നതല്ലേ. സെക്രട്ടേറിയറ്റിൽ ഒരു CA ഇംഗ്ലീഷ് എഴുതുന്നത് കണ്ടിട്ടുണ്ടോ? ചീഫ് സെക്രട്ടറിക്കൊക്കെ ഉള്ള വളരെ ചുരുക്കമായിട്ടുണ്ട്. എനിക്കും ചില ഭാഗ്യത്തിന് 1-2 CAമാര്. അതേസമയം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ CA ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട താമസം, ഡിക്റ്റേഷൻ ഒരു ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ചെയ്യും. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഉള്ളവരാണെന്നുണ്ട് പറയും, എനിക്കറിയത്തില്ല സാറേ. ഇനി അറിയാമെങ്കിൽ പറയും, ഞാൻ തെറ്റിച്ചു കൊണ്ടുവരും 4 പ്രാവശ്യം. അതിനേക്കാളും പണിയാൻ ഞാൻ കൈകൊണ്ടങ്ങ് എഴുതി കൊടുത്തേക്കും. ഞങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് ഇരുന്ന് കൈകൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിച്ചു കൊണ്ടുവരും. എന്താണ്? ജോലി ചെയ്യാതിരിക്കാനുള്ള റിസർച്ചാണ് അവിടെ നടക്കുന്നത്. എത്ര തലങ്ങളിലേക്ക് കൊണ്ടുവരാം. 5-6 സ്പെഷ്യൽ സെക്രട്ടറിമാരുടെ പോസ്റ്റേ ഉള്ളൂ. പക്ഷെ 28 പേരെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട്, ഒരാൾ സ്പെഷ്യൽ സെക്രട്ടറി ആയാൽ പുറത്ത് അഡീഷണൽ സെക്രട്ടറിക്ക് പകരം
പോസ്റ്റ് ചെയ്യും. അറിയാം, കഥകളൊക്കെ പറയാൻ പോയാൽ തീരത്തില്ല. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ തമാശകളൊക്കെ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഹാവിയർ മിലിയെ പോലെ ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഒരു വലിയ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാ അത്. ഇല്ലെങ്കിൽ ഈ ബ്യൂറോക്രസിയുടെ പിടിയിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ഈ സർക്കാരിനെ തന്നെ, ഈ മന്ത്രിസഭയെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ നിയന്ത്രിക്കുന്ന വലിയൊരു ശക്തിയാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഉദ്യോഗവൃത്തം. 40 വർഷമായിട്ട് ഞാൻ കാണുന്നു, 20 വർഷമായിട്ട് താങ്കൾ കണ്ടിട്ടുണ്ട്. 29 വർഷം. അതെ, ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര പ്രഗത്ഭം വന്നാലും പറ്റില്ല. അപ്പൊ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ നല്ലൊരു ഭരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയെങ്കിലും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ ഉള്ളവരെ യൂട്ടിലൈസ് ചെയ്യുക, ഗവൺമെന്റിന്റെ ചെലവുകൾ കുറയ്ക്കുക. ഉദാഹരണത്തിന് ഇത്രയും വണ്ടി തന്നെ ഇവിടെ ആവശ്യമില്ല. ഒരു വണ്ടി, ഞാൻ KSEBയിലാണ്, ഒരു വണ്ടി, അവിടുത്തെ ഡ്രൈവറുടെ ശമ്പളം അറിയാമല്ലോ, 1 കിലോമീറ്റർ തിരുവനന്തപുരത്ത് മാത്രം കിടന്ന് ഓടുന്ന 1 കിലോമീറ്റർ ഓടുന്ന വണ്ടിയുടെ 1 കിലോമീറ്ററിന്റെ റേറ്റ് എത്രയാണെന്നറിയാം? 83 രൂപ. 15 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 18 രൂപയ്ക്ക് ഇന്നോവ എടുത്തിട്ട് ഓടിക്കാം. അവിടുത്തെ ഒരു സാധാരണ വണ്ടിയുടെ ചിലവ് 1 കിലോമീറ്ററിന് ഈ ഡ്രൈവറുടെ ശമ്പളം ഉൾപ്പെടെ, ഡ്രൈവറുടെ ശമ്പളം. കാരണം വെച്ചാൽ ഡ്രൈവറാണെങ്കിൽ 2 മണിക്കൂർ പോലും ഓടുന്നില്ല, അയാൾ അവിടെ ചുമ്മാതിരിക്കുക. അയാളെ 1,50,000 രൂപ ശമ്പളവും. ഇതിന്റെയൊക്കെ യഥാർത്ഥ കണക്കറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാക്സ് കൊടുക്കുന്ന ജനങ്ങളെ കരഞ്ഞു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കേരള സർക്കാരിൽ ഞാൻ ഒരിക്കൽ കണക്കെടുത്തതാണ്, മോട്ടോർ വെഹിക്കിൾസിൽ നിന്ന് 3500 വണ്ടിയുണ്ട്. ഇത് മൊത്തം ടാക്സി ആക്കി കൂടെ? ഇത് മൊത്തം ടാക്സി ആക്കി. അല്ലെന്നുണ്ടെങ്കിൽ ഇനി മഞ്ഞ ബോർഡ് വെക്കുന്ന ചിലർക്ക് ആക്ഷേപമാണെന്നുണ്ടെങ്കിൽ, അവിടെ ഇത്തരത്തിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വരെ അവിടുത്തെ സംഘടനകൾ എങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞല്ലോ. ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, പിരിവ്, ഇതൊക്കെ തുടങ്ങിയല്ലോ. എന്ത് മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പം VD സതീഷിനെ പോലെ ഇത്രയും ദീർഘദർശനമുള്ള ഒരാള് പരാജയപ്പെടണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. പല മന്ത്രിമാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവരെല്ലാം നല്ല കഴിവുള്ളതാണ്. CP ജോൺ കഴിവ് കുറവുള്ള ആളാണ്. എല്ലാരും കഴിവുള്ള, പക്ഷെ ആ കഴിവുള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പുറത്തു നിൽക്കുന്നു. അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടുള്ള ഒരു വിഷമാണ് താങ്കൾ പറഞ്ഞതെന്നറിയാം. അതാണ് ഇത് ഫെയിൽ ആകരുതെന്നുള്ളതാണ്. ഫെയിൽ ആകരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എത്രമാത്രം എന്നുള്ള ചോദ്യം ഇതിനകത്തുണ്ട്. എന്തായാലും താങ്കൾക്ക് പുറത്തുനിന്നുകൊണ്ടാണെങ്കിലും എവിടെയൊക്കെ വീഴ്ച കാണുന്നു എന്നുള്ളത് കറക്റ്റ് ചെയ്യാനും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. തീർച്ചയായും. ഞാൻ ഇപ്പം VV രാജേഷ്, അദ്ദേഹം BJPയിലുള്ള, അദ്ദേഹം വിളിച്ചു. ഞാൻ പോയി, കാരണം വെച്ചാൽ തിരുവനന്തപുരം എന്റെ നാടാണ്. ഒരു മേയർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാതിരിക്കുന്നത് ശരിയാണ്. നാളെ CPM അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാനിഫെസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വിളിച്ചാൽ ഞാൻ പോകും. കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ പൈസ വയ്ക്കും. അത് പറയാം. അപ്പൊ ശരി, എല്ലാവിധ ആശംസകളും. താങ്കളുടെ ഈ പ്രയാണം മുന്നോട്ട് പോട്ടെ. താങ്ക് യു വെരി മച്ച്.